ദേവസ്വം മുൻ അധ്യക്ഷൻ എൻ വാസുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതിനിടെ കോടതിയുടെ പരിസരത്ത് പ്രതിഷേധമുണ്ടായി. വാസുവിന് നേരെയുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പ്രതികളുണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമായത് വാസുവിന്റെ അറസ്റ്റിലൂടെയാണ്. ഇപ്പോൾ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇനി വാസുവുമായിട്ടുള്ള തെളിവെടുപ്പ്, വാസുവിൽ നിന്ന് അന്വേഷണ സംഘം ഇനി ചോദിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? അക്ഷയ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില നടപടികളാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അത് ഒരു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ വ്യക്തി എൻ വാസുവാണ്. മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു വാസു. മാത്രമല്ല CPM-ന്റെ നേതാവ് കൂടിയാണ്, മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു റിമാൻഡ് ചെയ്തിരുന്നത്. ഇന്ന് രാവിലെയാണ് ജയിലിൽ നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അവിടെ ഹാജരാക്കിയ വാസുവിനെ SIT കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അതിനുശേഷം കോടതി ഇന്ന് വൈകിട്ട് 4 മണിവരെയാണ് ഇപ്പോൾ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം പുറത്തേക്ക് പോയിട്ടുണ്ട്. വാസുവിനെ ഇന്ന് വൈകുന്നേരം തിരിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതുവരെയുള്ള മണിക്കൂറുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം എന്ന് തന്നെ പറയാം. കാരണം ഇന്നിപ്പോൾ അന്വേഷണം, നമുക്കിന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടം കേന്ദ്രീകരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിലേക്കാണ്. പത്മകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ SIT നടത്തുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ ഇന്ന് രാവിലെ നൽകിയിരുന്നു. അപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകളുണ്ട്. അപ്പോൾ ഇന്ന് പത്മകുമാറിനെ SITക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിവരെ വാസുവും ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പത്മകുമാർ SITക്ക് മുന്നിൽ ഇന്ന് എത്തുമോ, SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇവരും മണിക്കൂറുകൾ കാത്തിരിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിൽ നിന്ന് പുറത്തുവിടും. അത് വാസുവിനെ ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിനിടയിൽ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ പ്രതിഷേധമാണ് കൊല്ലം വിജിലൻസ് കോടതി പരിസരത്ത് ഉണ്ടായത്. BJP യുവമോർച്ച പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അവിടെ വാസുവിനെ കൊണ്ടുപോയ പോലീസ് വാഹനത്തിന് മുന്നിൽ കരിങ്കൊടിയും പതാകകളുമായിട്ട് പ്രതിഷേധിച്ചു. അവരെ പോലീസ് വളരെ പണിപ്പെട്ടാണ് മാറ്റിയത്. അവരിൽക്കിടയിലൂടെ വഴിയൊരുക്കിയാണ് പ്രധാന പ്രതിയായ വാസുവിനെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ പത്മകുമാറിനായിട്ടുള്ള അറസ്റ്റിനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി പത്മകുമാർ നേരിട്ട് ഹാജരാകാനുള്ള സാധ്യതയുണ്ടോ SITക്ക് മുൻപിലേക്ക്? പത്മകുമാർ ഒരു പക്ഷേ SITക്ക് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം പത്മകുമാർ നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിരുന്നതാണ്. വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞാണ് ഒഴിഞ്ഞിരുന്നത്. പക്ഷേ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലപാടിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഏതായാലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ SITക്ക് മുന്നിലേക്ക് പത്മകുമാർ എത്തുകയാണെങ്കിലും അറസ്റ്റ് നടപടികൾ ഉണ്ടാകും. അതല്ല, പത്മകുമാർ ഉള്ള സ്ഥലത്തേക്ക് SIT പോയി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാസുവിനെ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്. വാസുവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു SIT ചെയ്തത്. ഒരുപക്ഷെ പത്മകുമാറിന്റെ കാര്യത്തിലും സമാനമായ രീതി ഉണ്ടായേക്കാം. പക്ഷേ പത്മകുമാർ SITക്ക് മുന്നിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. നമുക്ക് അല്പസമയം കൂടി കാത്തിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കാരണം വാസുവുമായി പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് SIT തുടരുന്നത്. തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. ആ സമയത്ത് പത്മകുമാറിനെ കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ, ഓരോ ചലനങ്ങളും മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്.